ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡാവട്ടെ വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഈ റോഡിൽ ബസ് റൂട്ടുള്ള മെയിൻ റോഡാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകാൻ. വളരെ ദൂരമായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ പോർട്ട് മുതൽ NH-66 വരെ നീളുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് അപ്ഡേഷനാണ്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോർട്ടിൽ നിന്നും 1700 മീറ്റർ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ധാരാളം ഹെവി വെഹിക്കിൾ പാർക്ക് ചെയ്ത് നമുക്കിവിടെ കാണാനായി സാധിക്കും. നമ്മുടെ പോർട്ടിൻ്റെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞ കാര്യം നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പോർട്ടിൻ്റെ ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ 4 or 5 അപ്ഡേഷൻ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. ഡീറ്റെയിൽ വീഡിയോ അപ്ഡേഷൻ ആണെന്ന്. നമ്മുടെ പോർട്ടിൻ്റെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറും ബെർത്തും യാർഡ് സെഷനും വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള അപ്ഡേഷൻ ഉൾപ്പെടെ, അതായത് പോർട്ടിൻ്റെ മെഷർമെൻറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് കാരണം വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ലിങ്ക് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ അപ്ഡേഷനിൽ നമ്മൾ കണ്ടിരുന്നത് ഇവിടെ ഗ്രാസ് റൂട്ടിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നതാണ് കണ്ടിരുന്നത്. പക്ഷേ ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരുന്നു. അത് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ഈ റോഡിന്, ഇപ്പോൾ നമ്മൾ കാണുന്ന നിലവിലെ റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് 100% വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ഡബിൾ സ്റ്റീൽ ഉപയോഗിച്ച് ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർലോക്ക് ഇട്ടു, ലൈനിങ്ങിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു, ലൈറ്റ് എല്ലാം പൂർണ്ണമായിട്ടും ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റോഡിൻ്റെ മനോഹരതയ്ക്ക് വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഗ്രാസ് ഫില്ല് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പച്ചപ്പിന് വേണ്ടി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നു കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകൾ നടക്കുന്നു. കാരണം അവസാനഘട്ട വർക്ക് എന്ന് പറയുമ്പോൾ ഈ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽ അപ്ഡേഷനാണ്. അതുമാത്രമല്ല, നമുക്കിനി മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ NH-ലേക്ക് ലിങ്ക് ചെയ്യുന്ന പോർഷനിലെ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ആ ലിങ്ക് ചെയ്യുന്ന കുറച്ച് പോർഷൻ, എനിക്ക് തോന്നുന്നു 10 മീറ്റർ കൂടി ഇല്ല, ആ ഭാഗത്ത് നമ്മുടെ ഈ കോൺക്രീറ്റിന് വേണ്ടിയുള്ള വർക്കുകൾ, മീൻസ് അതിൻ്റെ മുന്നേ ഉള്ള ഈ പറഞ്ഞ അയൺ റോഡ്സ് ഉള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെവി ട്രക്ക് പാസ് ചെയ്ത് പോവേണ്ട സ്ഥലങ്ങളായതിനാൽ ഹെവി വർക്കുകളാണ് എല്ലായിടത്തും നടത്തേണ്ടത്. നിലവിലുള്ള വർക്കുകൾ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ആ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴേ അത് അറിയാനായി സാധിക്കുള്ളൂ, അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കോൺക്രീറ്റ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ മനോഹരമായ ചെടികൾ എത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് നേരത്തെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നല്ലൊരു നാച്ചുറൽ ഗ്രാസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമാണ് ആ ഗ്രാസ് ഫില്ല് ചെയ്തപ്പോൾ ഈ റോഡിൻ്റെ ഭംഗി ഡബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാം. അന്ന് തന്നെ ധാരാളം പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഗ്രാസൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ നനയ്ക്കുന്നുണ്ടോ, ഈ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു മറുപടിയാണ് ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് പോർട്ടിലെ അകത്തേക്ക് മെയിൻ ഗേറ്റ് വരെ, ഞാൻ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ ഈ വിഴിഞ്ഞ മുക്കോലയിൽ നിന്നും പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്നും പോർട്ടിനകത്തേക്കുള്ള റോഡുണ്ട്, മെയിൻ ഗേറ്റിലേക്ക് ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്തെല്ലാം ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ വെച്ചതാണ്. വളരെ മനോഹരമാണ്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. കണ്ട ടാങ്കറിലെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നനച്ച് വളരെ മനോഹരമായിരിക്കുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകും ഉറപ്പായിട്ട്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ വർക്കിങ്ങും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും നടത്തുന്ന അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും നിലവിലെ മെയിൻ്റെനൻസ് എല്ലാം നടക്കുന്നത്. അത് കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായി സാധിക്കും. തീർച്ചയായിട്ടും എത്ര വർഷം കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തെല്ലാം, ഇതിപ്പോൾ ഹൈറ്റ് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തെല്ലാം നേരത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കി അറിയാം,
ചെളിയും കുണ്ടുമായിട്ട് അല്ലെങ്കിൽ കുളവുമായിട്ട് ഇടുന്ന സ്ഥലമാണ്. ഈ സ്ഥലമെല്ലാം നികത്തിയെടുത്ത് പാനലിൻ്റെ സഹായത്തോടെ ഹൈറ്റ് കൂട്ടി ഈ ലെവലിലാക്കിയിരിക്കുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കുക. അതിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് 4-5 വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡിൻ്റെ വർക്കിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും യൂട്യൂബിൽ ട്രിവാൻഡ്രം തമ്പാൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ ലിങ്ക് റോഡെന്നോ കണക്ഷൻ റോഡെന്നോ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം മുതലേ ഉള്ള എല്ലാ വീഡിയോയും നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ലൈൻ ബോർഡുകൾ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. കാരോട്, ടർക്ക് ടെർമിനൽ, കോവളം എന്നൊക്കെ ബോർഡ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇത് ഇപ്പോൾ ഈ ചെടികൾ കൂടി വെച്ച് പിടിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിരിക്കും. കാരണം ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ മനോഹരതയ്ക്ക് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന കാണാൻ സാധിക്കും. പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. 2 ബ്രിഡ്ജാണ് നമ്മുടെ ഈ പറയുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിലുള്ളത്. ഏകദേശം ഇപ്പോൾ നമുക്ക് വന്ന വഴി നമുക്ക് വ്യക്തമായിട്ട് കാണാനായി സാധിക്കണം. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വന്ന വഴി. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മൾ NH നോക്കുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജുമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം മനോഹരമായ ചെടികൾ വെച്ച് പിടിക്കും. കാരണം നേരത്തെ കണ്ട ആ ബ്രിഡ്ജിൻ്റെ അവിടെയും അതുതന്നെയായിരുന്നു. ഇതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഓരോ ചെറിയ അപ്ഡേഷനും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം നമ്മളിവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളിൽ എത്തിക്കുന്നത്. പിന്നെ ഈ സമയം ഞാൻ ഈ വന്ന സമയം കറക്റ്റ് 1 മണിയാണ്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുത്തിട്ട് വന്ന സമയമാണ്. 1 മണിയാണ്. ഈ 1 മണിക്ക് എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വർക്കിംഗ് സ്റ്റാഫോടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലെല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള നമുക്ക് ഹാൻഡ് റെയിൽ കാണാനേ സാധിക്കണ്ടോ. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഈ ഇത്രയും വരെ. അത് കഴിഞ്ഞ ശേഷം ഡബിൾ സ്റ്റീൽ ബാറിൻ്റെ ഈ പറയുന്ന ഹാൻഡ് റെയിലാണ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ടാണ് വർക്കിംഗ് സ്റ്റാഫിനെ കാണാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സദാസമയം ഡേ നൈറ്റ് ഒന്നുമില്ല, പക്ഷേ ഡെയിലി വർക്കുകൾ നടക്കുന്നുള്ളതായിട്ട് നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുണ്ട്. കാരണം ഇപ്പോൾ കാണാത്ത അതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം മീൻസ് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വർക്കിംഗ് സ്റ്റാഫുകളുടെ ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് അടുത്തായിട്ട് കാണാനായി സാധിക്കുന്നു. അത് മാത്രമല്ല തൊട്ട് താഴെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വയലും ഈ പറയുന്ന നല്ലൊരു കാണാൻ മനോഹരമാണ്. വയലും ഈ പറയുന്ന വാഴകളും എല്ലാം മനോഹരിതമാണെങ്കിൽ ചെറിയൊരു മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ഡെഫിനറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആ വർക്കുകളെല്ലാം ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ അവസാനഘട്ട വർക്കുകൾ സ്ലാബിൻ്റെയൊക്കെ വർക്കുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് NH 66 ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല അണ്ടർപാസ് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അപ്പുറവും ഇപ്പുറം കാരണം റോഡിൻ്റെ ഇരുവശത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ആരും സ്കിപ്പ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ വർക്കുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും പലരും പറയുന്നത് റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് എന്തൊക്കെ വർക്ക് നടക്കുന്ന അറിയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് ആ പോർഷൻ കൂടി കാണിക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നല്ല വെയിലാണ്, എന്നാലും നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് വ്യക്തമായിട്ട് റോഡിൻ്റെ ഇരുവശവും വ്യക്തമായിട്ട് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നും എത്ര ശതമാനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്നും ഈ വീഡിയോയിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന നല്ല പച്ചപ്പാർന്ന വളരെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോർഷനൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായിരിക്കും കാണാൻ. കാരണം ഇത് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഗ്രാസൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോൾ വളരെ മനോഹരം തന്നെയായിരിക്കും. നമുക്ക് അണ്ടർപാസിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഒരു കാർ വളരെ ഈസി ആയിട്ട് അതിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ട്രെയിലർ ലോറിയൊക്കെ വളരെ ഈസി ആയിട്ട് അണ്ടർപാസിലൂടെ കടന്നു പോകും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ പോർഷനിലെ വീഡിയോ തീർച്ചയായിട്ടും അണ്ടർപാസ് വഴി നമുക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് തൊട്ട് മുകളിലുള്ള ഈ പോർഷൻ, അതായത് ഞാൻ ഈ കാണിക്കുന്നത് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറികൾ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പലരും അത് കണ്ടിട്ട് എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ടില്ല. കാരണം ഞാനത് കാണിക്കാറില്ല. മുകളിലോട്ടാണ് അണ്ടർപാസ് ഉള്ളത്. അവിടെ അണ്ടർപാസ് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് നമ്മുടെ പോർട്ടിൽ വരുന്നവർക്കും അറിയാം. എന്നാൽ ആ അണ്ടർപാസ് കൂടി നമുക്ക് നോക്കാം. അണ്ടർപാസ് അല്ല, സോറി, ഈ പറഞ്ഞ എൻട്രൻസ് കൂടി നമുക്ക് നോക്കാം. മുന്നോട്ട് പോകാം. ഇവിടെ ഹെവി എക്സ്കവേറ്റർ ഉണ്ട്. ഈ പറയുന്ന എനിക്കൊന്ന് റോഡിൻ്റെ വീതി കുറച്ചുകൂടി കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഒരു എൻട്രൻസ് ഉള്ളത് കാരണം ഈ എൻട്രൻസിൻ്റെ ആവശ്യം ഇവിടെ വേണ്ടി വരില്ല. പക്ഷേ നിലവിലുള്ള എൻട്രൻസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് കുറച്ച് ഇതിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നർ ലോറി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള കുറച്ചുകൂടി ഹാർഡ്നെസ് ആയിട്ട് അത് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല. ഇനി നിലവിൽ അതിന് വേണ്ടി നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ പോർട്ടിലേക്ക് വരുന്ന ഹെവി ഈ പറയുന്ന സ്റ്റോൺ ആയിട്ട് വരുന്ന ലോറികളെല്ലാം ഇതുവഴിയാണ് കടന്നു വരുന്നത്. വളരെ ഈസി ആയിട്ട്
ഇതുവഴി കടന്നു പോകുന്നുണ്ട് നിലവിൽ. എന്നാൽ നമുക്ക് ഈ എൻട്രൻസിൻ്റെ അവിടം വരെ ഒന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിലൂടെ ആദ്യമായിട്ടാണ് ഈ എൻട്രൻസ് കാണുന്നതെന്ന് തോന്നുന്നു. ചിലപ്പോൾ ആദ്യമായിട്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറേ വീഡിയോ ആയി, എനിക്ക് തോന്നുന്നു 70-80ഓളം ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കാണിച്ചിട്ടുണ്ട് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ഭാഗം എന്ന് പറയുന്നാൽ കേരളത്തിൻ്റെ ബോർഡറായ കാരോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലൂടെ ഒരു ചെറിയ സ്കൂട്ടർ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇത്രയും പോർഷൻ ഓൾറെഡി ഉണ്ട്. കണ്ടോ, സൈഡിലൂടെ ഒരു ബൈ റോഡുമുണ്ട്. ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റോഡുകളും ഇതെല്ലാം NH-ൻ്റെ സൈഡിലൂടെ വരുന്ന ബൈ റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ NH. ഇവിടെ ഒരു എൻട്രൻസ് പോർഷനും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇനി നമുക്ക് താഴോട്ട് പോകാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വാഹനങ്ങൾ, ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ആ റൂട്ടിലൂടെയാണ് നമ്മൾ വന്ന വഴി തിരിച്ചൊന്നുകൂടി പോവുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ വീതി നിലവിലെ വീതിയെക്കാട്ടിയും ഇപ്പോൾ വീതി കൂട്ടിയിട്ടുണ്ട്. കാരണം ഇത് താൽക്കാലിക റോഡാണ്. ഈ ഭാഗത്താണ് ക്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള ഫീച്ചറിൽ വരാൻ പോകുന്നത്. അത് ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പലരും അതിൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്ഡേഷൻ കിട്ടാത്തതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അപ്ഡേഷൻ ആയിരിക്കണം. അതാണ് എൻ്റെ ചാനൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ അങ്ങനത്തെ അപ്ഡേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അണ്ടർ ഡിസ്കഷനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഭാഗത്താണ് ക്ലോവർ ലീഫ് ഉൾപ്പെടെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പോർട്ടിലെ വാഹനങ്ങൾ നമ്മുടെ ലിങ്ക് റോഡുമായിട്ട് അല്ലെങ്കിൽ NH-ആയിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള സെറ്റപ്പ് ഈ പറയുന്ന ക്ലോവർ ലീഫ് ആയിരിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഇങ്ങനെ ഇറങ്ങി ഈ റൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മെയിൻ റോഡിൻ്റെ, അതായത് മെയിൻ ജംഗ്ഷൻ പോലൊരു പോർഷൻ എത്തി. ഇതുവഴി ലെഫ്റ്റിലേക്ക് നേരെ പോകുന്ന പോർട്ടിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോർഷനും കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ പറഞ്ഞ പോർഷനിൽ ട്രാഫിക് നിലക്ക് തീർച്ചയായിട്ടും വരും. അണ്ടർപാസ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് മുന്നിലായിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാ വർക്കും റോഡിൻ്റെ ഇരുവശത്തും NH-ൻ്റെ ഇരുവശത്തുമുള്ള NH-66-ൻ്റെ ഇരുവശത്തുമുള്ള റോഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എത്രയാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് അണ്ടർപാസിലൂടെ പാസ് ചെയ്യാം. അണ്ടർപാസിൽ അപ്പുറത്തൂടെ പോകാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ അണ്ടർപാസും ഡീറ്റെയിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. ഇതിലൂടെ ഒരു കണ്ടെയ്നർ ലോറി കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അണ്ടർപാസ് കടന്നു പോകും. ഈ ഭാഗത്ത് നിന്ന് തിരിഞ്ഞാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നമ്മുടെ NH-ൻ്റെ ഇരുവശവുമായിട്ടുള്ള ബൈ റോഡാണ്. കണ്ടോ, ഇത് തൊട്ട് മുകളിൽ ഈ പറയുന്ന നമുക്ക് കാണാനായി സാധിക്കും ഒരു കയറ്റമാണ് നമ്മുടെ ആ ഭാഗത്ത് അണ്ടർപാസിൻ്റെ. അത് നമുക്കറിയാം. അപ്പുറത്തെ വശത്തും അതുപോലെ തന്നെയാണ്, ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെയാണ്. ഇതിലൂടെ വളഞ്ഞ് മുന്നിലേക്ക് പോകാനായി സാധിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ അണ്ടർപാസ് വഴി വളഞ്ഞ് വരുന്ന ഈ ലോറികൾ തമിഴ്നാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ, അതായത് പോർട്ടിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇതുവഴിയായിരിക്കും പോകേണ്ടത്. ആ ഭാഗത്തെ റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. താൽക്കാലികം റോഡാണെങ്കിൽ ഈ വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതെല്ലാം ടെമ്പററി കണക്ഷന് വേണ്ടിയാണ്. അതാണ് ഞാനങ്ങനെ പറയുന്നത്. ഇവിടെയും എനിക്ക് തോന്നുന്നു NH-ലേക്ക് കയറുന്നതിന് എൻട്രൻസിന് വേണ്ടിയുള്ള വർക്കുകൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ അപ്പോഴപ്പോഴും എടുത്തു പറയുന്നത്, ഞാൻ വന്ന സമയം ഉച്ചയാണ്. ഈ സമയത്തെല്ലാം വർക്കിംഗ് സ്റ്റാഫ് കാണില്ല, അവർ ലഞ്ച് ബ്രേക്കാണ്. കറക്റ്റ് 1-1:15 ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കുക. അല്ല, വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ ആരുമില്ല എന്ന് ആരും വിചാരിക്കില്ല. കാരണം കമൻറ്റ് വരും തീർച്ചയായിട്ടും ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്. കാരണം ലഞ്ച് ബ്രേക്കിന് പോയത് കൊണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ടൈം ഉൾപ്പെടെ ഞാൻ എടുത്തു പറയുന്നത്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം നിലവിലെ ഈ പറയുന്ന നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം പുതിയതായിട്ട്, അതായത് വാഹനങ്ങൾ ഹെവി വെഹിക്കിൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് സിസ്റ്റവും അതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ വർക്കുകളും ആ വർക്കുകളുമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് ഈ വർക്ക് നടക്കുന്നത് കാണുന്നത്. നമുക്ക് റോഡിൽ കന്യാകുമാരി റോഡിൻ്റെ ലെന്തൊക്കെ അവിടെ വ്യക്തമായിട്ട് NH-ലൂടെ പോകുമ്പോൾ ലെന്തൊക്കെ എഴുതിയിട്ടുണ്ടാണ്. ഈ ഭാഗത്ത് ഈ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ കന്യാകുമാരി 74 കിലോമീറ്റർ, നാഗർകോവിൽ 53, കാരോട്, അങ്ങനെ ഓരോ സ്ഥലത്തിലെയും കിലോമീറ്റർ വളരെ വ്യക്തമായിട്ട് NH-ൻ്റെ സ്പെസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്, മാർക്കിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്ര നീളത്തിലാണ്, ഇത്ര ദൂരത്തിലാണ് നമുക്ക് ബ്രേക്ക് ചെയ്ത് വാഹനങ്ങൾ ഇതിലൂടെയാണ് NH-ലേക്ക് പ്രവേശിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും കടന്നു പോകേണ്ടത്. അപ്പോൾ തൊട്ടപ്പുറത്ത്, നമ്മൾ നേരത്തെ കണ്ട തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിലകത്തേക്ക് കയറേണ്ട എൻട്രൻസ് നമ്മൾ കണ്ടു. ആ എൻട്രൻസ് കണ്ടു കഴിഞ്ഞ ശേഷം അണ്ടർപാസിലൂടെ കടന്ന് ഈ റോഡിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ 2 എൻട്രൻസ് നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിച്ചു.
അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർക്കുകളും ഒരാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താ ഒരാഴ്ചയ്ക്ക് ഞാൻ പറയുന്നത്, കാരണം ഇതിന് സെറ്റിംഗ് ടൈം കാണും, ഇതെല്ലാം കാണും. അതുകൊണ്ട് ഹെവി ട്രക്ക് പോകുന്ന ഈ പറയുന്ന അണ്ടർപാസ് ഈ പറയുന്ന പോർഷൻ ആയത് കാരണം അത് ഒരു സെറ്റിംഗ് ടൈം ഇതെല്ലാം കാണും. അതിനനുസരിച്ച് മാത്രമേ ഇത് ക്ലിയർ ചെയ്യാനായി സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാനായി സാധിക്കുന്നത്. കാരണം വാഹനങ്ങൾ കടന്ന് ഗേറ്റ് വേ ഓപ്പണാക്കി വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് വളരെ വേഗം ഫിനിഷ് ചെയ്യാനായി സാധിക്കില്ല. കാരണം അത്രയും ട്രക്ക് വെയിറ്റിംഗ് ആയിരിക്കും. അതിന് മുന്നേ തന്നെ പെർഫെക്റ്റായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്രയും ഡിലേ ആകുന്നത്. ഡിലേ മീൻസ് ഈ പറയുന്ന എൻട്രൻസ് പോർഷനൊക്കെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ വളരെ ദൂരെയായിട്ട് നമുക്ക് NH66 അതിലൂടെയുള്ള ഈ പറയുന്ന ബൈ റോഡും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഈ ബൈ റോഡിലൂടെ നിലവിലെ ഈ ടെമ്പററി ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതാ മുന്നിലൂടെയും ബൈ റോഡ് എക്സ്റ്റൻഷൻ ഉണ്ട്. അതും നമുക്കിവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഇത് അണ്ടർപാസ് എത്തിയിരിക്കുന്നു. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 100-150 മീറ്റർ അല്ലെങ്കിൽ ഒരു 200 മീറ്റർ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട പോർഷനും ഈ പറയുന്ന അണ്ടർപാസുമായിട്ടുള്ളത്. കണ്ടോ, ഇതാ നമ്മൾ അണ്ടർപാസിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിശാലമായ വാഹനങ്ങൾക്ക് ഏത് വിധത്തിലൂടെയും തിരിഞ്ഞു പോകാനായി സാധിക്കുന്ന ഒരു ജംഗ്ഷൻ പോർഷൻ വരും. ഇവിടെ തീർച്ചയായിട്ടും സിഗ്നലും ട്രാഫിക്കിൻ്റെ കൺട്രോളും തന്നെ തീർച്ചയായിട്ടും വരും. കാരണം പോർട്ടിനകത്തേക്ക് എൻട്രൻസ് വരുന്ന മെയിൻ ഏരിയയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ വാഹനങ്ങൾ, നമ്മുടെ പോലുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള അഡീഷണൽ ആയിട്ട് റോഡ് നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ NHലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി 2 റോഡുകളുണ്ട്. ഓരോ റോഡും ഏകദേശം 5.5 മീറ്ററാണ്. അപ്പോൾ 2 റോഡും കൂടി ഏകദേശം 11 മീറ്ററാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പോകുന്ന റോഡ് 5.5 മീറ്ററാണ്. തൊട്ടപ്പുറത്ത് കണ്ടെയ്നർ ലോറികൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി, അതായത് ഒരു അസൗകര്യവും ഇല്ലാതെ കടന്നു പോകുന്നതിന് വേണ്ടി അടുത്തൊരു റോഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിവൈഡിംഗ് പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഹൈറ്റുള്ള ഡിവൈഡിംഗ് പോർഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഓൾറെഡി ഈ പറയുന്ന ടാറിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് സൈഡിൽ വാഹനം വെച്ചതിന് ശേഷം ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന NHലേക്ക്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറികൾക്ക് സുഗമമായിട്ട് കടന്നു പോകുന്നതിന് നിലവിലെ നേരത്തെ ഒരു ഈ പറയുന്ന എൻട്രൻസ് പോർഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ പറയുന്ന ഒരു ട്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം പുതുതായിട്ട് ബേസ്മെൻറ്റ് ഉൾപ്പെടെ കൊടുത്ത് ബിൽഡ് ചെയ്ത ട്രെയിനേജ് സിസ്റ്റത്തിൻ്റെ മുകളിലൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഹെവി സ്ലാബ് ഉൾപ്പെടെയുള്ള വർക്കുകളാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്ത പോർഷൻ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ പലരും കമൻറ്റ് ഇട്ടിരുന്നു, ഈ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ആഴ്ച കൂടി അപ്ഡേഷൻ ചെയ്യണം. തീർച്ചയായിട്ടും ആ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറയുന്ന അയൺ റോഡിൻ്റെ വർക്ക് നടത്തിയ പോർഷൻ എല്ലാം പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 3-4 ദിവസമായി. കാരണം ഞാനന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറയണം, അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കോൺക്രീറ്റ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞിരിക്കുന്നു. കാരണം മുകളിൽ എനിക്ക് തോന്നുന്നു നിലവിൽ ഈ പറയുന്ന വാട്ടർ ബേസ് നനയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ചാക്കുകളും ഇതെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം സെറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് എൻ്റെ നോക്കി ചെയ്യുന്നുണ്ട്. കാരണം ഹെവി വെഹിക്കിൾ കടന്നു പോകുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല സൈഡിലൂടെ ഞാൻ നിൽക്കുന്ന ഈ പോർഷനിൽ സൈഡ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കയറ്റമാണ്. ഇതിൽ ഈ പറഞ്ഞ ചെളിയും വെള്ളവും എല്ലാം ഒലിച്ചിറങ്ങി സ്ട്രോങ് അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഇടിഞ്ഞ് പൂർണ്ണമായിട്ടും പോകുന്നതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബേസ്മെൻ്റ് എല്ലാം ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാണ് ഈ സൈഡ് വാളിൻ്റെ വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, ഞാൻ വന്ന സമയം ഉച്ചയ്ക്ക് 1 മണി ആയതിനാൽ നമുക്ക് ലഞ്ച് ബ്രേക്കിന് വർക്കിംഗ് സ്റ്റാഫെല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാഫിനെ ഇപ്പോൾ കാണാൻ സാധിക്കാത്തത്. 2 മണി ശേഷം എപ്പോൾ വന്നാലും സ്റ്റാഫിനെ നമുക്ക് കാണാനായി സാധിക്കുക. വർക്കിംഗ് സ്റ്റാഫ് നിലവിൽ ഡേ ടൈമിലെല്ലാം ഉള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതാണ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഈ കണ്ട നമ്മുടെ പോർട്ടിൽ നിന്നും NH66 വരെ നീളുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, നിലവിലെ വർക്കിംഗ് സ്റ്റാറ്റസാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കി. ഇത് നമുക്ക് തീർച്ചയായിട്ടും എത്ര ശതമാനം ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളെന്നും ഇത് എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നും, തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ഈ NHലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഭാഗവും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കാനായി സാധിക്കുകയുള്ളൂ. ഓപ്പണായി കഴിഞ്ഞാൽ തമിഴ്നാട് ഭാഗത്തുനിന്നും കേരള ഭാഗത്തുനിന്നും ധാരാളം കണ്ടെയ്നർ ലോറി വരും എന്നുള്ളൊരു സംശയമില്ല. താങ്ക് യു.